രാവിലെ ഒരു 5:30 ആയപ്പോൾ തൊട്ടുള്ള ഒരുക്കമാണ് കോഴിക്കോട് പോകാൻ വേണ്ടി. പോവാന്ന് പറഞ്ഞിട്ട് ശ്വേത ചേച്ചിയുടെ വികാരനിർഭരമായ യാത്ര പറച്ചിലിന് ശേഷം ഞങ്ങൾ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ റൂംമേറ്റായ നിമിഷയുടെ വീട് കോഴിക്കോടാണ്. ശ്വേത ചേച്ചി പോകുന്നതിന് മുമ്പേ 3 പേരും ഒരുമിച്ച് കോഴിക്കോട് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റ് ഒക്കെ കറങ്ങാൻ തീരുമാനിച്ചു. രാവിലെ 6:50 കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴത്തേന് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. ബാഗിൽ നിന്ന് കുടയെടുത്ത് കുട നനയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ ആ മഴയെല്ലാം നനഞ്ഞു. കവലയിലേക്ക് എത്തിയപ്പോഴത്തേന് മഴയൊക്കെ അങ്ങ് നിന്ന് ബസ് സ്റ്റോപ്പിലെത്തി. രാവിലെ 7:30ക്കുള്ള വണ്ടിക്കാന്ന് തോന്നുന്നു ഞങ്ങൾ കയറിയത്. ബസ് കയറി ഞങ്ങൾ നേരെ പോയത് നീലേശ്വരത്തേക്കായിരുന്നു. നീലേശ്വരത്ത് നിന്ന് 8:30ക്കുള്ള ഏറനാട് എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. രാവിലെ അവിടെ എത്തിയപ്പോഴത്തേന് ഉഴുന്നുവടയും കാപ്പിയും കഴിച്ചു. 8:55 കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ വന്നത്. ട്രെയിനിൻ്റെ അകത്ത് കയറി പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്ക് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേനും ട്രെയിൻ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു. അവിടെ നിന്ന് നിമിഷയുടെ ആൻറ്റിയുടെ ഫ്ലാറ്റിലേക്ക് ലഗേജ് എല്ലാം കൊണ്ടുവെക്കാൻ തീരുമാനിച്ചു. ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ബസ് ഇറങ്ങി നേരെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് AD മൂസയിലെ ഫ്ലാറ്റ് നമ്പർ 12B ആണ്. ഇതായിരുന്നു അവരുടെ ഫ്ലാറ്റ്. നല്ലൊരു അടിപൊളി ഫ്ലാറ്റൊക്കെ ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അവരുടെ റൂമിലേക്ക് എത്തി. അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. അടിപൊളി പുട്ടും മഷ്റൂം കറിയും ഞങ്ങൾ കഴിച്ചു. ആ വീട്ടിൽ അടിപൊളി പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പായ്ക്കപ്പൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ പോയി ഞാൻ നിന്ന് നോക്കി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏറ്റവും ടോപ്പ് പോർഷനിലേക്ക് പിന്നെ ഞങ്ങൾ പോയി. അവിടെ നിന്ന് നോക്കുന്ന കാഴ്ചയാണിത്. അങ്ങ് ദൂരെ കടൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ടൗണിൻ്റെ ഒരു 1/4 ഭാഗം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ് അവളുടെ കസിൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത് ഹോം തിയേറ്ററിലേക്കായിരുന്നു. കുറച്ച് നേരം അവിടെ പോയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പാരഗണിലേക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. പാരഗണിൻ്റെ എല്ലാ സൈഡ്സിലും ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ നിന്ന് 1 മണി തൊട്ട് നിൽക്കാൻ തുടങ്ങിയതായിരുന്നു. 1:30 ഞങ്ങൾക്ക് കിട്ടില്ല എന്നറിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ടോപ്പ് ഫോമിലേക്കായിരുന്നു. അവിടെ ചെന്ന് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല ബിരിയാണി കിട്ടുന്ന നല്ലൊരു സ്പോട്ടായിരുന്നു ടോപ്പ് ഫോം. പിന്നെ ഞങ്ങൾ നേരെ തലവൻ മൂവി കാണാൻ വേണ്ടി പോയി. മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നേരെ പോയത് SM സ്ട്രീറ്റിലേക്കായിരുന്നു. കോഴിക്കോട് വന്നത് തന്നെ SM സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. SM സ്ട്രീറ്റിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ ഒരു വശത്തെ മതിലിൽ ഫുള്ളും SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ചിത്രീകരണവും എഴുത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും നേരെ മിഠായി തെരുവിലേക്ക് നടന്നു. നിമിഷയ്ക്ക് ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത കടയിലേക്ക് കയറി. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഓരോന്ന് കണ്ടപ്പോൾ അതെടുക്കുക, ഇതായിരിക്കാം കൂടുതൽ ബെറ്റർ എന്നൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്തു. വാട്ടർ ബോട്ടിൽ മേടിക്കാൻ കയറിയ ഈ കടയിൽ തന്നെ പൗച്ചസും ബാഗ്സും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പൗച്ചസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തു. വില കുറവിൻ്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല വില കൂടിയ പൗച്ചസൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. ജൂൺ 19 ശ്വേത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ട്രാൻസ്ഫർ ആയി പോകുന്നത് കൊണ്ട് ചേച്ചി ആ സമയത്ത് ഞങ്ങളുടെ കൂടെ കാണത്തില്ല. അതുകൊണ്ട് ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ തീരുമാനിച്ചു. എനിക്ക് വാച്ച് മേടിക്കണമെന്ന് പറഞ്ഞാണ് കടയിലേക്ക് ചേച്ചീനെ കൂട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ ചേച്ചിയെ കൊണ്ട് തന്നെ ഓരോന്ന് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യിപ്പിച്ചു. നല്ല സ്റ്റൈലിഷ് വാച്ചുകളൊക്കെ 250 ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബോഷ് ലുക്ക് കിട്ടുന്ന വാച്ചായിരുന്നു ചേച്ചിക്ക് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തു. അവിടെ വെച്ച് തന്നെ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഗിഫ്റ്റൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു. കോട്ടൻ്റെ കുർത്തിയൊക്കെ സെറ്റായിട്ട് 350 റുപ്പീസ് തന്നെയായിരുന്നു അവിടെ അവൈലബിൾ ആയിരുന്നത്. അങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെ ഞങ്ങൾ നോക്കി. അങ്ങനെ ഞങ്ങളുടെ നിമിഷക്കൊച്ച് എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നത് ഈ ഒരു ഗ്രീൻ കളറിലെ കുർത്തിയായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ സെലക്ഷൻ ആയിരുന്നു അതെല്ലാം.
ശ്വേത ചേച്ചിയുടെ വക സെയിൻകൂട്ടിന് ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്ത കടയിലേക്ക് പോയി. അങ്ങനെ അതെല്ലാം സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയാണ്, കുട കയ്യിലില്ലായിരുന്നു. അങ്ങനെ കുറേ കടയുടെ സൈഡിൽ കൂടെ നടന്ന് ഒരു സ്ഥലത്തെത്തി. അവിടെ തന്നെ സ്റ്റക്കായി നിന്നു. മഴ തോർന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ചെരുപ്പ് കടയിലേക്ക് പോയി. കുറേ ഷർട്ട്സൊക്കെ വിൽക്കുന്ന കടയിൽ കയറി. അവിടെ നിന്ന് കുറേ ക്ലോത്ത്സൊക്കെ നോക്കി. മഴ തോരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മഴയെല്ലാം നനഞ്ഞ് ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോയി. ബാഗ്സ് എല്ലാം എടുക്കണമായിരുന്നു. അതെല്ലാം എടുത്ത് നേരെ ഞങ്ങൾ നിമിഷയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. വൈകിട്ട് ചോറായിരുന്നു കഴിച്ചത്. ചോറിൻ്റെ കൂടെ അച്ചാറുണ്ടായിരുന്നു, ബീട്രൂട്ട് അച്ചാർ, ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു, കൂന്തൽ, മീൻ കറി, പപ്പടം. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കാണണേ.